ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പ്രിംഗ് ബൂട്ടും സ്പ്രിംഗ് ഡാറ്റ ജെ പി ഐ യൂസ് ചെയ്തിട്ട് ഒരു ക്രെഡ് ഓപ്പറേഷനാണ്. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് മോണോലിത്തിക് ആർക്കിടെക്ചറാണ്. ക്ലയൻറ്റ്, കൺട്രോളർ, സർവീസ്, റിപ്പോസിറ്ററി ആൻഡ് ഡാറ്റാബേസ്. ക്ലയൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് പോസ്റ്റ്മാൻ ആണ്. കൺട്രോളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിക്വസ്റ്റ് റിസീവ് ചെയ്യുക, റെസ്പോൺസ് തിരിച്ചു കൊടുക്കുക എന്നതാണ് കൺട്രോളിൻ്റെ റെസ്പോൺസിബിലിറ്റി. സർവീസ് എന്ന് പറയുന്നത് ബിസിനസ് ലെയർ ആണ്. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ കോഡുകളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സർവീസ് ലെയറിലാണ്. റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഡി ഐ ഒ എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്നത് ഡേറ്റാബേസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത് റിപ്പോസിറ്ററിയിലാണ്. റിപ്പോസിറ്ററിയിൽ നിന്നാണ് ഡേറ്റാബേസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സ്പ്രിംഗ് ബൂട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സ്പ്രിംഗ് ബൂട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രണ്ട് വേ ഉണ്ട്. ഇപ്പോൾ ഞാൻ എക്ലിപ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്ലിപ്സിലൂടെ എക്ലിപ്സിൽ നമുക്ക് സ്പ്രിംഗ് ടൂൾ സ്യൂട്ട് ഉപയോഗിച്ച് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ start.spring.io എന്ന് പറയുന്ന ഈ സ്പ്രിംഗ് ഇനിഷ്യലൈസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും സ്പ്രിംഗ് ബൂട്ട് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കോൺഫിഗറേഷനൊക്കെ കൊടുക്കാം. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് മേവനാണ്, ലാംഗ്വേജ് ജാവയാണ്. സ്പ്രിംഗ് ബൂട്ടിൻ്റെ 3 വേർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബൈ ഡിഫോൾട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഐ ഡി നമുക്ക് com.jthread എന്ന് കൊടുക്കാം. ആർട്ടിഫാക്റ്റ് ഐ ഡി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഞാനിപ്പോൾ എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യുന്നത്, PMS എന്ന് കൊടുക്കാം. ആൻഡ് നമ്മുടെ ഗ്രൂപ്പ് ഐ ഡിയും ആർട്ടിഫാക്റ്റ് ഐ ഡിയും കൂടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ പാക്കേജിൻ്റെ പേര് വരുന്നത്. പാക്കേജിംഗ് എന്ന് പറയുന്ന ജാറാണ്. JDKയുടെ 21 വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിപ്പെൻഡൻസി ഒക്കെ ആഡ് ചെയ്യാം. ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാനായിട്ട് ആ ഡിപ്പെൻഡൻസി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് സ്പ്രിംഗ് വെബ് എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി വേണം, കാരണം നമ്മൾ വെബ് പ്രൊജക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പ്രിംഗ് വെബിൻ്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തപ്പോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബിൽഡ് വെബ് ഇൻക്ലൂഡിംഗ് റെസ്റ്റ്ഫുൾ ആപ്ലിക്കേഷൻ യൂസിങ് സ്പ്രിംഗ് MVC യൂസസ് അപ്പാച്ചെ ടോംകാറ്റ് ആസ് ദ ഡിഫോൾട്ട് എംബഡഡ് കണ്ടെയ്നർ. സ്പ്രിംഗ് വെബിൻ്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് എംബഡഡ് ആയിട്ടുള്ളൊരു ടോംകാറ്റ് സെർവറും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് സ്പ്രിംഗ് ഡാറ്റ JPA ഡിപ്പെൻഡൻസി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് ഡാറ്റ JPA ആണ്. സ്പ്രിംഗ് ഡാറ്റ JPA ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ പെർസിസ്റ്റ് ഡാറ്റ ആൻഡ് SQL സ്റ്റോർസ് വിത്ത് ജാവ പെർസിസ്റ്റൻസ് API യൂസിങ് സ്പ്രിംഗ് ഡാറ്റ ആൻഡ് ഹൈബർനെറ്റ്. അതായത് സ്പ്രിംഗ് ഡാറ്റ JPA ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നത് എന്താണ്? ഹൈബർനെറ്റ് തന്നെയാണ്. അപ്പം കൂടുതൽ ഫീച്ചേഴ്സും ഇവിടെയുണ്ട്, സ്പ്രിംഗ് ഡാറ്റ JPA ഉണ്ട് കമ്പയർ ടു ഹൈബർനെറ്റ്. ഇനി ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് MySQL ആണ്. MySQL ആഡ് ചെയ്യാം. ഓക്കെ, ഇനി പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഒരു സിപ്പ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ EMS എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റ് ഒരു സിപ്പ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനിയും ഈ പ്രൊജക്റ്റ് എക്ലിപ്സിൽ ഇമ്പോർട്ട് ചെയ്യും. ഫയൽ ഇമ്പോർട്ട്. ഓക്കെ, വെബ് പ്രൊജക്റ്റാണ് മാവൻ, എക്സിസ്റ്റിംഗ് മാവൻ പ്രൊജക്റ്റ്. നമ്മുടെ ഡൗൺലോഡ്സിൽ EMS. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സോഴ്സ് മെയിൻ ജാവ, സോഴ്സ് മെയിൻ റിസോഴ്സസ്, ടെസ്റ്റ് ജാവ, ഇങ്ങനെ ഫോൾഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ pom.xml നോക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടഡ് പാരൻറ്റിൻ്റെ വേർഷൻ 3.4.0 ആണ്. അപ്പോൾ നമ്മളിവിടെ ബാക്കി ഡിപ്പെൻഡൻസീസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഡാറ്റ JPA, MySQL, സ്റ്റാർട്ടഡ് വെബ്, ഇതൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ വേർഷൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി ആഡ് ചെയ്ത സമയത്തും വേർഷൻ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ വേർഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടഡ് പാരൻറ്റ് നമ്മളിപ്പം സെലക്ട് ചെയ്തത് 3.4.0 ആണ്. അപ്പം സ്പ്രിംഗ് ബൂട്ടിൻ്റെ പേരൻറ്റ് വേർഷൻ 3 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ഡിപ്പെൻഡൻസി 6ഓ അതിൽ ഹയർ വേർഷനിലുള്ള ഡിപ്പെൻഡൻസി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം,
സ്പ്രിംഗ് 6 അല്ലെങ്കിൽ അതിൻ്റെ എബോവ് വേർഷനുള്ള ഡിപ്പെൻഡൻസി സപ്പോർട്ട് ചെയ്യുന്നത് JDK 17 അതിൻ്റെ മുകളിലുള്ള ഹയർ വേർഷനുള്ള JDK മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ JDK 16 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ അൺസപ്പോർട്ടഡ് ക്ലാസ് വേർഷൻ എറർ അങ്ങനെയൊക്കെ എറർ ഉണ്ടാകും. അപ്പം അതോടെ ഓർക്കുക. ഇനി പാക്കേജസ് നോക്കുവാണെങ്കിൽ നമ്മൾ പാക്കേജസ് ഒക്കെ കണ്ടു. സോഴ്സ് മെയിൻ ജാവ, ഇവിടെയാണ് നമ്മുടെ ജാവ ഫയലുകളൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സോഴ്സ് മെയിൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡർ നോക്കുവാണെങ്കിൽ അതിനകത്ത് ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഇവിടെയാണ് നമ്മൾ കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ടെസ്റ്റ് ജാവ എന്ന് പറയുന്ന ഫയലിൽ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് കോഡുകളൊക്കെ ഈ ഒരു ഫോൾഡറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മോണോലിത്തിക് ആർക്കിടെക്ചർ അനുസരിച്ച് നമുക്ക് പ്രൊജക്റ്റ് പാക്കേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ബേസ് പാക്കേജിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാം. എനിക്കിവിടെ വേണ്ടത് കൺട്രോളർ എന്ന് പറയുന്ന പാക്കേജ് വേണം. നെക്സ്റ്റ് സർവീസ്, റിപ്പോസിറ്ററി അല്ലെങ്കിൽ DAO. ഓക്കെ, ഞാനിപ്പോൾ റിപ്പോസിറ്ററി എന്ന് കൊടുക്കുവാണ്. ഇനി അടുത്തത് മോഡൽ എന്ന് പറയുന്ന പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം. മോഡലിന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ എൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഓക്കെ, ഇനി മോഡൽ പാക്കേജിൽ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്. എംപ്ലോയി ക്ലാസ്സിൽ നമുക്ക് ഒരു 3 ഫീൽഡ് ആഡ് ചെയ്യാം. പ്രൈവറ്റ് ഇൻറ്റിജർ ID, പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം, പ്രൈവറ്റ് ഇൻറ്റിജർ ഏജ്. ഓക്കെ, ഞാനിവിടെ കൺസ്ട്രക്റ്റും സെറ്റേഴ്സ് ഗെറ്റേഴ്സും ഒക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ആഡ് ചെയ്യാണ്. നിങ്ങൾക്കറിയാം, ലോംബോക്ക് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഡേറ്റ അനോട്ടേഷൻ ഉപയോഗിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാനിപ്പം എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ കൺസ്ട്രക്ടർ ഒക്കെ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് നെയിമും ഏജും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ വേണം. ഗെറ്റേഴ്സ് സെറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്യാം. ടോസ്ട്രിങ്ങോട് ഓവർറൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എംപ്ലോയി എന്ന് പറയുന്ന ക്ലാസ്സിന് ഡേറ്റാബേസിൽ ഒരു ടേബിൾ വേണം, അല്ലെങ്കിൽ ഡേറ്റാബേസിൽ അതിനൊരു എക്സിസ്റ്റൻസ് ഉള്ളൊരു ക്ലാസ് ആണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ @entity എന്ന് പറയുന്ന അനോട്ടേഷൻ ഈ ക്ലാസ്സിന് കൊടുക്കുന്നു. ഇനി ഏത് പേരിലാണ് ഈ ടേബിൾ ഉള്ളത് അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിവിടെ സ്പെസിഫൈ ചെയ്യണം. അതിനുവേണ്ടി @table അനോട്ടേഷൻ കൊടുക്കാം. ടേബിളിൻ്റെ പേര് ഞാനിപ്പം എംപ്ലോയി എന്ന് തന്നെ കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ @table അനോട്ടേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ പേരിലായിരിക്കും ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ID, നെയിം, ഏജ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റുകൾ എംപ്ലോയി ടേബിളിൽ കോളമായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിനെ നമുക്ക് @column അനോട്ടേഷൻ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. ഇവിടെ ID എന്ന് പറയുന്ന ഫീൽഡ് പ്രൈമറിക്കായിട്ട് വരേണ്ടതാണ്. അപ്പോൾ @ID അനോട്ടേഷൻ കൊടുക്കാം. ഇത് ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ജനറേറ്റഡ് വാല്യൂ എന്ന് പറയുന്ന അനോട്ടേഷൻ കൊടുക്കാം. ജനറേറ്റഡ് വാല്യൂവിൽ സ്ട്രാറ്റജി =generation type.identity എന്ന് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈമറി കീ ആണ് നമ്മൾ ഓട്ടോ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ ആർക്കിടെക്ചറിൽ നമ്മൾ കൺട്രോളർ, സർവീസ്, റിപ്പോസിറ്ററി, ഡാറ്റാബേസ് ആ ഒരു രീതിയിലാണ് പോകുന്നത്. നമുക്ക് ഫസ്റ്റ് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം, ദെൻ സർവീസ്, ദെൻ കൺട്രോൾ, പിന്നെ പോസ്റ്റ്മാൻ ക്ലയൻറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ റിപ്പോസിറ്ററി ലെയർ വരുമ്പം ഞാൻ റിപ്പോസിറ്ററി പാക്കേജിൽ
എംപ്ലോയി റിപ്പോസിറ്ററി എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ എംപ്ലോയി റിപ്പോസിറ്ററിയെ ഞാൻ JPA റിപ്പോസിറ്ററി എന്ന് പറയുന്ന ഇൻ്റർഫേസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാരാമീറ്റർ കൊടുക്കണം. ആദ്യം നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നത് എംപ്ലോയി ക്ലാസ്സിന് വേണ്ടിയാണ്. അപ്പോൾ എംപ്ലോയി എന്ന് കൊടുക്കാം. രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് എംപ്ലോയി ക്ലാസ്സിലെ പ്രൈമറിക്ക്, അതായത് നമ്മുടെ ID ആണ് പ്രൈമറിക്ക്, അതിൻ്റെ ടൈപ്പ് കൊടുക്കുക. നമ്മളിവിടെ ഇൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇൻറ്റിജർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചെയ്യാം. അപ്പോൾ ഈ എംപ്ലോയി റിപ്പോസിറ്ററി എന്ന് പറയുന്ന ഇൻ്റർഫേസ് JPA റിപ്പോസിറ്ററി എങ്ങനെ വന്നതാണ്? നമ്മൾ സ്പ്രിംഗ് ഡാറ്റ JPAയുടെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തത് വഴി നമുക്ക് കിട്ടിയ ഒരു ഇൻ്റർഫേസ് ആണ് JPA റിപ്പോസിറ്ററി. അപ്പോൾ ഈ JPA റിപ്പോസിറ്ററിയിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സ്, ഇപ്പം സേവ് ചെയ്യാൻ, ലിസ്റ്റ് ചെയ്യാനായിട്ട്, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എല്ലാ മെത്തേഡ്സും എവിടെയുണ്ട്? JPA റിപ്പോസിറ്ററിയിലുണ്ട്. അപ്പോൾ എംപ്ലോയി റിപ്പോസിറ്ററി എക്സ്റ്റെൻസ് JPA റിപ്പോസിറ്ററി എന്ന് പറയുന്നത് വഴി ആ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡ്സുകളെല്ലാം തന്നെ എംപ്ലോയി റിപ്പോസിറ്ററിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ CRUD ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മെത്തേഡ്സുകളൊന്നും ഇവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഇനി സർവീസ് ലെയറിലേക്ക് വരാം. സർവീസ് പാക്കേജിൽ ഞാൻ എംപ്ലോയി സർവീസ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് എഴുതാം, പബ്ലിക്. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം എനിക്കിത് തന്നെ റിട്ടേൺ ചെയ്യണം. പബ്ലിക് എംപ്ലോയി സേവ് എംപ്ലോയി എന്ന് കൊടുക്കാം. ഓക്കെ, ആർഗ്യുമെൻറ്റ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയി ഇമ്പോർട്ട് ചെയ്യും. ഇനി ഞാൻ സർവീസ് പാക്കേജിൽ ഈ എംപ്ലോയി സർവീസ് എന്ന് പറയുന്ന ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം എംപ്ലോയി സർവീസ് IMPL എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. എംപ്ലോയി സർവീസ് IMPL ഇംപ്ലിമെൻറ്റ്സ് എംപ്ലോയി സർവീസ്. ഓക്കെ, എംപ്ലോയി സർവീസിൽ നമ്മൾ കൊടുത്ത സേവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡിനെ ഇവിടെ ഓവർറൈഡ് ചെയ്യാം. ഇനി ഇവിടെ സർവീസും റിപ്പോസിറ്ററിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ്? സർവീസിൻ്റെ ഡിപ്പെൻഡൻ്റ് ഒബ്ജക്റ്റ് ആണ് റിപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ റിപ്പോസിറ്ററിയിലുള്ള മെത്തേഡ്സിനെയാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എംപ്ലോയീസ് റിപ്പോസിറ്ററിയുടെ ഒരു റെഫറൻസ് കൊടുക്കുവാണ്. എംപ്ലോയി റിപ്പോസിറ്ററി. ഓക്കെ, ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? യൂസിങ് ഓട്ടോയുടെ അനോട്ടേഷൻ കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഞാനിവിടെ പറയുന്നു റിട്ടേൺ എംപ്ലോയി റിപ്പോസിറ്ററി ഡോട്ട്, ഇവിടെ കൺട്രോൾ സ്പേസ് അടിച്ച് നോക്കാം ഇതിനകത്ത് ഏത് മെത്തേഡാണ് സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ സേവ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. സേവ് മെത്തേഡിനെ കോൾ ചെയ്തു, ഞാൻ എംപ്ലോയി ഒബ്ജക്റ്റ് പാസ് ചെയ്തു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതൊരു സർവീസ് ക്ലാസ് ആണ്. അപ്പം അത് ഡിനോട്ട് ചെയ്യാനായിട്ട് @സർവീസ് എന്ന് പറയുന്ന അനോട്ടേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ സർവീസ് ലെയർ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്യണം? കൺട്രോളർ ക്ലാസ് ആണ്. കൺട്രോളർ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കൺട്രോളർ പാക്കേജിൽ എംപ്ലോയി കൺട്രോളർ എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയി കൺട്രോളറിനെ നമ്മൾ @RESCONTROLLER എന്ന് പറയുന്ന അനോട്ടേഷൻ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ @controller ഉണ്ട്, @RESCONTROLLER ഉണ്ട്. അപ്പോൾ നമ്മൾ REST API കോൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് RESCONTROLLER എന്ന് പറയുന്ന അനോട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സർവീസും റിപ്പോസിറ്ററിയും പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു സർവീസിൻ്റെ ഡിപ്പെൻഡൻ്റ് ഒബ്ജക്റ്റ് ആണ് റിപ്പോസിറ്ററി. അപ്പം എംപ്ലോയി റിപ്പോസിറ്ററിയുടെ റെഫറൻസ് നമ്മളിവിടെ കൊടുത്തിട്ട് ഓട്ടോയുടെ അനോട്ടേഷൻ കൊടുത്തു. അതേപോലെ എംപ്ലോയി കൺട്രോളറിൻ്റെ ഡിപ്പെൻഡൻ്റ് ഒബ്ജക്റ്റ് ആണ് എംപ്ലോയി സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് വേരിയബിൾ നമ്മളിവിടെ കൊടുക്കണം. പ്രൈവറ്റ് എംപ്ലോയി സർവീസ്. ഓക്കെ, ഇനിയും ഓട്ടോയുടെ അനോട്ടേഷൻ കൊടുക്കാം. ഇനി സേവ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്യാം. പബ്ലിക്
റിട്ടേൺ ചെയ്യുന്നത് എംപ്ലോയി റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റെസ്പോൺസ് എൻറ്റിറ്റി റിട്ടേൺ ചെയ്യാം. ഞാനിപ്പം എംപ്ലോയി തന്നെ റിട്ടേൺ ചെയ്യാണ്. സേവ് എംപ്ലോയി. ഓക്കെ, ആർഗ്യുമെൻ്റ് എംപ്ലോയി. ഇവിടെ എന്ത് ചെയ്യണം? എംപ്ലോയി സർവീസിൽ നമ്മളിപ്പോൾ എഴുതിയ മെത്തേഡിനെ കോൾ ചെയ്യണം. എംപ്ലോയി സർവീസ് ഡോട്ട് സേവ് എംപ്ലോയി ആൻഡ് പാസിങ് എംപ്ലോയി ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്കറിയാം 4 HTTP മെത്തേഡുകളാണുള്ളത്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഓക്കെ, പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗെറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിട്രീവ് ചെയ്യാനായിട്ടുള്ളതാണ്. ആൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് അല്ലെങ്കിൽ സേവിന് വേണ്ടിയുള്ളതാണ്. ഡിലീറ്റ് ചെയ്യാനും. പുട്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ മാപ്പിംഗ് കൊടുക്കുന്നത് പോസ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്ന അനോട്ടേഷനാണ്. മാപ്പിങ്ങിൽ അതിനെ റെഫർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു കീവേഡ് സേവ് എന്ന് കൊടുക്കുന്നു. ഇനി ഈ എംപ്ലോയി ഒബ്ജക്റ്റ് ഞാനിപ്പോൾ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് പോസ്റ്റ്മാൻ ആണ്. ഞാൻ അവിടെ നിന്ന് ഡേറ്റ എംപ്ലോയി ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്ന ഒരു JSON ഫോർമാറ്റിലാണ്. അപ്പോൾ ഈ JSON ഫോർമാറ്റിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഇവിടെ ജാവ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ആർഗ്യുമെൻറ്റിൽ റിക്വസ്റ്റ് ബോഡി എന്ന് പറയുന്ന അനോട്ടേഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ബോഡി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? JSON-നെ ജാവ ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റെസ്റ്റ് കൺട്രോളർ എന്ന് പറയുന്ന അനോട്ടേഷൻ. റെസ്റ്റ് കൺട്രോളർ എന്ന് നോക്കിക്കേ. റെസ്റ്റ് കൺട്രോളർ അനോട്ടേഷൻ റെസ്പോൺസ് ബോഡി, കൺട്രോളർ, ഡോക്യുമെൻ്റ്, റിട്ടൻഷൻ, ടാർഗറ്റ്, ഈ അനോട്ടേഷൻസ് എല്ലാം ചേരുന്നതാണ്. അപ്പം മെയിനായിട്ട് പറയുവാണെങ്കിൽ കൺട്രോളർ അനോട്ടേഷനും റെസ്പോൺസ് ബോഡി അനോട്ടേഷനും കൂടെ ചേരുന്നതാണ് എന്ത്? റെസ്റ്റ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ റിക്വസ്റ്റ് ബോഡി എന്ന് പറയുന്നത് JSON-നെ ജാവയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെസ്പോൺസ് ബോഡി എന്ന് പറയുന്ന അനോട്ടേഷൻ നേരെ തിരിച്ച് ജാവയെ JSON-ലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അനോട്ടേഷനാണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് റിസ്ക് കൺട്രോളർ അനോട്ടേഷൻ. ഇനി ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. ആപ്ലിക്കേഷൻ ഡോട്ട് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഡേറ്റാബേസുമായിട്ടുള്ള കോൺഫിഗറേഷൻ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് MySQL സെർവറിൽ നമുക്കൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് നമുക്കിവിടെ കോൺഫിഗറേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡേറ്റാബേസ് കോൺഫിഗറേഷനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് URL എന്ന് പറയുന്നത് JDBC MySQL ലോക്കൽ ഹോസ്റ്റ് 3306/EMS. EMS എന്ന് പറയുന്നതാണ് എൻ്റെ ഡേറ്റാബേസിൻ്റെ പേര്. യൂസർ നെയിം റൂട്ടാണ്. എൻ്റെ MySQLൻ്റെ പാസ്വേഡും റൂട്ട് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആൻഡ് spring.jp.properties.hypernet.dialect നമ്മൾ യൂസ് ചെയ്യുന്നത് MySQL ഡേറ്റാബേസ് ആണ്. അതിൻ്റെ ഡയലക്റ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രോപ്പർട്ടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. spring.jp.hibernate.tdl-auto update. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഡേറ്റാബേസ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാനിത് റൺ ചെയ്യുന്ന സമയത്ത് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ടേബിൾ EMS എന്ന് പറയുന്ന ഡേറ്റാബേസിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റോ അപ്ഡേറ്റോ കൊടുക്കാം. ക്രിയേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് എക്സിസ്റ്റിംഗ് ടേബിളിനെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ വേണ്ട. ടേബിൾ ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട, ടേബിൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് എൻ്റെ റിക്വയർമെൻ്റ് എങ്കിൽ നമ്മളിവിടെ അപ്ഡേറ്റ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ഫയലും ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സേവ്ഡ് ആണ്. ഇനി ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
ഒരു എംപ്ലോയി ഒബ്ജക്റ്റിനെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് പോസ്റ്റ്മാൻ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, പോസ്റ്റ്മാനിൽ ലോക്കൽ ഹോസ്റ്റ് 8080/ നമ്മുടെ കൺട്രോളർ ക്ലാസ്സിൽ നമ്മൾ സേവ് എംപ്ലോയിക്ക് സേവ് എന്നാണ് കീവേഡ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സേവ് കൊടുക്കാം. ആൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് തന്നെയാണ്. ഇനി ഒബ്ജക്റ്റ് പാസ് ചെയ്യാം, ബോഡി റോ. ഓക്കെ, എംപ്ലോയി ക്ലാസ് നോക്കുവാണെങ്കിൽ ID ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്, നെയിമും ഏജും ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പേര് അതേപോലെ തന്നെ കൊടുക്കാം. നെയിം ജോൺ, ഞാൻ 29 കൊടുക്കാം. ഓക്കെ, ഇനി സേവ് കൊടുക്കാം. ഓക്കെ, സെൻഡ് കൊടുത്തു. ഓക്കെ, ഇവിടെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേബിളോടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള ഗ്രിഡ് ഓപ്പറേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.